ഖത്തറിലേക്ക് ഇന്ന് 2 തവണ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. വൈകിട്ടായിരുന്നു ആക്രമണങ്ങൾ. മിസൈലുകളെ ഖത്തർ സായുധ സേന നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. യുദ്ധ സാഹചര്യങ്ങൾക്കിടെ മാർച്ച് 28 വരെയുള്ള വിമാന ഷെഡ്യൂളുകൾ ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചു. ഷെഡ്യൂളിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ വിമാനങ്ങളുണ്ട്. ഖത്തറിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലേക്ക് 1100 പേർ കൂടി മടങ്ങിപ്പോയി. അബ്ബാസ് മുഹമ്മദിന്റെ വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഖത്തറിലെ സാഹചര്യം എങ്ങനെയാണ്? ആക്രമണം തുടരുന്ന ഒരു ഘട്ടത്തിലാണോ ഉള്ളത്? ഒപ്പം വിമാന ഷെഡ്യൂളുകൾക്ക് അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? ജീന, ഇന്ന് ഖത്തറിൽ 2 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അത് തുടർച്ചയായിട്ട് അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. വൈകിട്ട് 3:30 കൂടിയാണ് ആദ്യമായിട്ട് ഈ ഒരു ആക്രമണം ഉണ്ടായത്. തൊട്ടു പിന്നാലെ 4 മണിക്കും ഏകദേശം 3:29 മിസൈൽ ആക്രമണ മുന്നറിയിപ്പുമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ നാഷണൽ എമർജൻസിയുടെ അലർട്ട് വരുന്നത്. തൊട്ടു പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് വരുന്നത് 3:52 ഇതിനിടയിൽ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത വലിയ ശബ്ദം കേൾക്കാമായിരുന്നു. ഈ രണ്ടാമത്തെ അലർട്ട് അഥവാ ഇവിടുത്തെ സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ള ആ അലർട്ട് ലഭിച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ആക്രമണ മുന്നറിയിപ്പിൻ്റെ അലർട്ട് കൂടി ലഭിക്കുന്നത്. 4 മണിക്ക് ഈ സുരക്ഷാ ഭീഷണി ഉയർന്നു എന്നുള്ള നാഷണൽ എമർജൻസിയുടെ അലർട്ട് മൊബൈൽ ഫോണിലേക്ക് വന്നു. തൊട്ടു പിന്നാലെ ഈ ആക്രമണത്തിൻ്റെ വലിയ സ്ഫോടന ശബ്ദം ദോഹയിൽ ഉടനീളം കേട്ടു. അത് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ്. 4:54 കൂടിയാണ് ഇതിൻ്റെ ഒരു ഭീഷണി ഒഴിഞ്ഞതായിട്ട് ഇതിൻ്റെ ഒരു സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സന്ദേശം നമ്മുടെ മൊബൈൽ ഫോണിലേക്കൊക്കെ വരുന്നത്. ഏതായാലും ഇന്ന് 2 ആക്രമണങ്ങളാണ് ഖത്തർ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയം വരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് ഏതാനും ഡ്രോൺ ആക്രമണങ്ങൾ രാജ്യത്തിന് നേരെ നടന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിറക്കിയത്. ഇന്നലെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഇന്ന് 2 മിസൈൽ ആക്രമണങ്ങളാണ് നടന്നത്. ഈ മിസൈൽ ആക്രമണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീന, ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം? എങ്ങനെയാണ് ഇത്, ഏത് രീതിയിലാണ് ഭരണകൂടം നേരിടുന്നത്? അബ്ബാസ്, ജിന, സമയാസമയങ്ങളിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് അലർട്ടായിട്ടും അതുപോലെ തന്നെ മന്ത്രാലയങ്ങളുടെ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ജാഗ്രതാ സന്ദേശങ്ങളായി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിലവിൽ ഖത്തറിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന വലിയ ശബ്ദമാണ്. ഈ വലിയ ശബ്ദം വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോ മുന്നറിയിപ്പുകളൊക്കെ എല്ലാവരുടെ മൊബൈൽ ഫോണിലേക്കും വന്നിട്ടുണ്ട്. ഈ അധികൃതർ നൽകുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് മന്ത്രാലയം അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്ന ഒരു വേളയിൽ അത് ഫിലിം ചെയ്യാനോ അത് സർക്കുലേറ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇവിടുത്തെ മന്ത്രാലയം അധികൃതർ, ഇവിടുത്തെ വിവിധ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഈ നിർദ്ദേശങ്ങൾ പ്രകാരം ഇത് സർക്കുലേറ്റ് ചെയ്തതും പകർത്തുന്ന കുറ്റകരമാണ്. ഇങ്ങനെ 300-ലേറെ ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇങ്ങനെ 600-ലേറെ കേസുകൾ ഇത്തരത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് വീണതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഈ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം എന്നുകൂടി മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകളോട് അവരെ പരമാവധി ഈസാക്കുന്ന തരത്തിലുള്ള ലളിതമാക്കുന്ന അവരുടെ പേടി, ഭയം ഇല്ലാതാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണമെന്നുകൂടി മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ മുന്നറിയിപ്പുകൾ എല്ലാവരുടെ മൊബൈൽ ഫോണിലേക്കും അതുപോലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വിവിധ മന്ത്രാലയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് ഖത്തറിൽ നിന്ന് 1100 ഇന്ത്യക്കാർ കൂടി ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി. ഇന്ന് കൊച്ചിയിലേക്കും അതുപോലെ മുംബൈയിലേക്കും ന്യൂഡൽഹിയിലേക്കും വിമാനമുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ഇതേ 3 ഡെസ്റ്റിനേഷനിലേക്കും വിമാനമുണ്ട്. ഇതോടൊപ്പം മാർച്ച് 28 വരെയുള്ള വിമാന ഷെഡ്യൂളുകൾ കൂടി ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ അഹമ്മദാബാദിലേക്കും നിലവിൽ മുംബൈ, അതുപോലെ മുംബൈ, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലേക്കായിരുന്നുവെങ്കിൽ അടുത്ത ഷെഡ്യൂൾ അഥവാ മാർച്ച് 28 വരെ പ്രഖ്യാപിച്ച ഷെഡ്യൂളുകൾ പ്രകാരം അഹമ്മദാബാദ്, അമൃത്സർ, ബംഗളൂരു, ചെന്നൈ, ഡൽഹി, അതുപോലെ ഹൈദരാബാദ്, കോഴിക്കോട്, മുംബൈ
എന്നീ നഗരങ്ങളിലേക്ക് കൂടി മുംബൈ നേരത്തെയുള്ളതാണ്, എന്നീ നഗരങ്ങളിലേക്ക് കൂടി വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ സർവീസുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ വിമാന സർവീസുകൾ ഖത്തർ എയർവേസ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും ഖത്തറിൻ്റെ വ്യോമപാത അടഞ്ഞു കിടക്കുകയാണ്. അത് സുരക്ഷിതമായി തുറന്നു എന്ന് ഖത്തർ സിവിൽ വ്യോമയാന അതോറിറ്റി പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ ഫ്ലൈറ്റുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഉണ്ടാകൂ എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫേംഡ് ടിക്കറ്റുള്ള ആളുകൾ മാത്രമേ വിമാനത്താവളത്തിലേക്ക് പോകാവൂ എന്നുകൂടി അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളവും അതുപോലെ ഖത്തർ എയർവേസും വിവിധ ട്രാവൽ കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. ജീന.